ഹായ് ഫ്രണ്ട്സ്, റണ്ണിങ് ക്ലോത്ത് വെച്ച് എങ്ങനെയാണ് ദാവണി ഡിസൈൻ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൽ സ്കേർട്ടിൻ്റെയും ദാവണിയുടെയും മെറ്റീരിയൽ ഇത് തന്നെയാണ്. ബ്ലൗസ് വേറെ വാങ്ങിയതാണ്. ഇത് 1 മീറ്റർ തുണിയാണ് വാങ്ങിയത്. ഇത് പ്രിൻസസ് കട്ടിലൊന്നല്ല ചെയ്തത്. ഇവിടെ ഒരു 2 ടെക്ക് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും ഈ ദാവണിയുടെയും മെഷർമെൻറ്റ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് ആണ്. ബ്ലൗസിൻ്റെ നെക്ക് ഈ ഒരു മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 13.25 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് 17 ഇഞ്ചാണ്. വേസ്റ്റ് അളവ് 13 ഇഞ്ചാണ്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 2 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചാണ്. ഇതാ ഞാൻ ക്യാൻവാസിൽ ഇത് ചെയ്തത്. ഇതിൻ്റെ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തതാണിത്. ഈ ലെങ്ത്ത് 6 ഇഞ്ചും ഇത് 6 ഇഞ്ചാണ്. തയ്യൽ തുമ്പിന് വേറെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. ലൂസ് വരുന്നത് 4.25 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 6.25 ഇഞ്ചാണ്. നമുക്ക് ഈ ഹുക്കും ഹോൾസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മടക്കി അടിച്ചു പോകും. അതുകൊണ്ടാണ് 6.25 ഇഞ്ച് വെച്ചത്. പിന്നെ ഇത് ഷോൾഡർ 2 ഇഞ്ച് തന്നെയാണല്ലോ. പിന്നെ 3/4 ഇഞ്ചിൽ ആണിവിടെ ടെക്ക് ഇട്ട് കൊടുത്തത്. 2 സൈഡിലും ടെക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ദാവണി സെറ്റ് ചെയ്തത് 5.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5.5 മീറ്ററിൽ 3.10 സ്കേർട്ടിനെടുത്ത് പിന്നെ 2.40 ഈ ഒരു ദാവണി സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഈ ഒരു ഭാഗം ഇതിൻ്റെ വീതി 38 ഇഞ്ചിലാണ്. ദാവണിയുടെ വീതി വരുന്നത് 38 ഇഞ്ചാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. മുപ്പത്തി 6.5 ഇഞ്ചിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കസവുള്ള ഭാഗം വീണ്ടും ജോയിൻ ചെയ്തതാണ്. ഇത് ജോയിൻ ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് പിന്നെ ഈ ഒരു ഭാഗം ഇത് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കസവ് കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ആ കസവാണ് ഈ 2 ഭാഗത്തും, ഈ ഭാഗത്തും ഈ ഭാഗത്തും വെച്ച് കൊടുത്തതാണ്. സ്കേർട്ട് ഞാൻ ലൈനിങ് ഇട്ടാണ് ചെയ്തത്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ്. വേസ്റ്റ് വരുന്നത് 14 ഇഞ്ചാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.